മനസ്സും ശരീരവും അയ്യപ്പനിൽ അർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുകയാണ്. എന്തിനാണെന്നല്ലേ? പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുമ്പോൾ ആ മകരജ്യോതി 3 തവണ കണ്ട് നിർവൃതി അടയാനുള്ള കാത്തിരിപ്പ്. മറ്റൊരു മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് കൂടി പുണ്യ 18-ാം പടി കഴിഞ്ഞ കാനനവാസനായ അയ്യപ്പന്റെ തിരുസന്നിധിയിൽ സമാപനം കുറിക്കുമ്പോൾ പതിവ് പോലെയല്ല ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലം കടന്നുപോയത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിരന്തരമായി പുറത്തുവരുന്ന വാർത്തകൾ, തന്ത്രി അടക്കമുള്ളവരുടെ അറസ്റ്റ്, ശബരിമല അയ്യപ്പനിൽ വിശ്വാസമർപ്പിക്കുന്ന കോടിക്കണക്കിനായ അയ്യപ്പ ഭക്തരുടെ മനസ്സ് വേദനിപ്പിച്ച സംഭവമാണ്. ആ മനസ്സിന്റെ വേദന അതിന്റെ പരകോടിയിൽ എത്തി നിൽക്കുമ്പോഴും ഹൈക്കോടതിയുടെ ഇടപെടലും പ്രത്യേക അന്വേഷണ സംഘം സ്വർണം കട്ട കള്ളന്മാരെ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നതുമാണ് ഭക്തർക്കുള്ള ഏക ആശ്വാസം. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞ കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറന്ന തിരുവാഭരണം ധരിച്ച സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കണ്ടു വണങ്ങാൻ അയ്യപ്പ ഭക്തരുടെ കാത്തിരിപ്പാണ്. 18 പടി കയറി അയ്യപ്പന്റെ മുന്നിൽ ശിരസ് നമിച്ച് പ്രാർത്ഥിച്ച തങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ആവലാതികളുമെല്ലാം അയ്യപ്പനിൽ പങ്കുവെച്ച തിരികെ മടങ്ങി അടുത്ത മകരവിളക്കിന് വേണ്ടിയുള്ള കാത്തിരിപ്പുമായി ഓരോ ഭക്തരും പൊന്നമ്പലമേട്ടിലേക്കും അതോടൊപ്പം തന്നെ സന്നിധാനത്തേക്കും നോക്കിയിരിപ്പാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് തന്ത്രിയുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. തന്ത്രിക്ക് പിന്നാലെ ആര് എന്ന ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട VVIPകൾ വരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റഡാറിൽ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ റഡാറിൽ വൻ സ്രാവുകൾ ഉള്ളപ്പോൾ വൻ സ്രാവുകൾക്ക് വേണ്ടി വലവിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ അടുത്ത അറസ്റ്റ് ആരുടെ എന്ന ചോദ്യമാണ് അയ്യപ്പ ഭക്തരും കേരളീയ സമൂഹവും ചോദിക്കുന്നത്. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുമ്പോൾ ഭക്തകോടികൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന പവിത്രമായ നാമം ഉരുവിടുമ്പോൾ അടുത്ത അറസ്റ്റ് ആരുടെ? വിശദമായി പരിശോധിക്കാം. സൗവർണിക PS ആണ് കൂടിയുള്ളത്. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുമ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ലഭ്യമായിരിക്കുന്ന വിവരം. ഇപ്പോൾ വീണ്ടും പുറത്തു വരുന്ന വാർത്ത, ശബരിമലയിലെ കൊടിമര നവീകരണവുമായി ബന്ധപ്പെട്ട അഴിമതി നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ കളവ് നടന്നിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണം കട്ട കള്ളന്മാർ വീണ്ടും ജയിലഴിക്കുള്ളിലേക്ക് പോകാനിരിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു? ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ ഭക്തർക്ക് ആശ്വാസം നൽകുന്നതല്ലേ? ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ ഭക്തർക്ക് ആശ്വാസം നൽകുന്നു എന്ന് ആശ്വാസം നൽകുന്നത് തന്നെയാണ്. പക്ഷെ SIT ഇപ്പൊ എടുത്തിരിക്കുന്ന നിലപാട് ഭക്തർക്കോ വിശ്വാസികൾക്കോ ആശ്വാസം നൽകുന്ന തരത്തിലല്ല. ഈ കേസ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം. ഈ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായതുകൊണ്ട് മാത്രമാണ് ഈ കേസ് ഇത്രയും നന്നായി മുന്നോട്ട് പോയത്. കഴിഞ്ഞ ദിവസം SIT രൂക്ഷമായി ഹൈക്കോടതി വിമർശിക്കുകയും ചെയ്തു. എന്നിട്ട് പോലും SIT ഒരു അറസ്റ്റോ അല്ലെങ്കിൽ പുതുതായ ഒരു നീക്കമോ ഒന്നും ഉണ്ടായിട്ടില്ല ഈ വിഷയത്തിൽ. അപ്പൊ തന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് SIT ഉദ്ദേശിക്കുന്നത് തന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ കേസ് നിർത്തുക. തന്ത്രിയിൽ നിന്ന് മന്ത്രിയിലേക്ക് എത്ര ദൂരം എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. തന്ത്രിയിൽ നിന്ന് ഒരിക്കലും മന്ത്രിയിലേക്ക് എത്തരുത്. ഈ എല്ലാ കുറ്റങ്ങളും തന്ത്രിയുടെ മേൽ ആരോപിച്ച് അല്ലെങ്കിൽ തന്ത്രിയെ ഇരയാക്കിക്കൊണ്ട് ഈ കേസിൽ തന്ത്രി അല്ലെങ്കിൽ ഈ വിഷയത്തിൽ തന്ത്രി നിരപരാധിയാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. തന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ് നടന്നിരിക്കുന്നത്. പക്ഷെ ഈ പറയുന്ന പോലെ എല്ലാത്തിന്റെയും പിന്നിൽ തന്ത്രി അല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം എല്ലാത്തിന്റെയും പിന്നിൽ തന്ത്രിയല്ല. ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ SIT അടക്കമുള്ളവർ ചെയ്യാൻ, അല്ലെങ്കിൽ സർക്കാരും ഇടതുപക്ഷവും SITയും ഒരേപോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്ത്രിയെ മുന്നിൽ നിർത്തി, അല്ലെങ്കിൽ തന്ത്രിയാണ് ഇതിനെല്ലാം പിന്നിലെന്ന് പറഞ്ഞ് മറ്റാരെയൊക്കെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ വിമർശനം SITക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ഇനി അടുത്തൊരു അറസ്റ്റ് ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലിന്റെ പേരിൽ ഒരു അറസ്റ്റ് ഉണ്ടായാലേ ഉള്ളൂ. അല്ലാതെ SIT ആയിട്ട് ഇനി ഒരു അറസ്റ്റ് നടത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ നമുക്ക് അങ്ങനെ വിലയിരുത്താൻ സാധിക്കും. കാരണം സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ അന്വേഷിക്കുമ്പോഴാണ് CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLAയുമായ പത്മകുമാറിനെ ഈ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നു. മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നു. CPMന്റെ മറ്റൊരു പ്രമുഖ നേതാവ് അല്ലെങ്കിൽ സഹയാത്രികൻ എല്ലാമായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായിരുന്ന വാസുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നു. CPMന്റെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, നിലവിലെ MLA ആണ്, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. PS പ്രശാന്ത് CPMലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റാണ്. PS പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു, ചോദ്യം ചെയ്ത് വിട്ടയക്കുന്നു. ഏറ്റവും അവസാനം കേരളത്തിലെ ഹൈന്ദവ മതവിശ്വാസികൾ, അതായത് വലിയ പവിത്രതയോട് കാണുന്ന ശബരിമല സന്നിധാനത്ത് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കുന്നു. അത്തരത്തിൽ ഒരു SITയുടെ അന്വേഷണം പോകുമ്പോൾ SIT പൂർണ്ണമായും ഈ കേസിനകത്ത് ഒരു ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുന്ന ഒരു സാഹചര്യത്തിൽ SIT പൂർണ്ണമായും ഒരു രാഷ്ട്രീയത്തിന് വിധേയപ്പെട്ട് അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിക്ക് വിധേയപ്പെട്ട് പ്രവർത്തിക്കുമെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുമോ? കാരണം ഇത്തരം ആളുകളൊക്കെ അറസ്റ്റ് ചെയ്ത് SIT തന്നെയാണ്. അതുകൊണ്ട് തന്നെ SITയുടെ ഭാഗത്തു നിന്ന് നിർണായകമായ അറസ്റ്റ് ഇനിയും ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അല്ല, ഞാൻ പറഞ്ഞില്ലേ, അറസ്റ്റ് ഉണ്ടാകണമെങ്കിൽ അതിന് വ്യക്തമായ
ഹൈക്കോടതിയുടെ സമ്മർദ്ദം ഉണ്ടായിരിക്കണം. ആദ്യം മുതൽ ഈ വിഷയം മേൽനോട്ടം വഹിച്ചതും ചോദ്യങ്ങൾ ചോദിച്ചതും ഹൈക്കോടതിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് SIT അറസ്റ്റ് ചെയ്തത്. ഈ പറയുന്ന പോലെ പത്മകുമാറിൽ വന്ന് ഈ കേസ് നിന്നതാണ്. പിന്നീട് വീണ്ടും ഹൈക്കോടതി വിമർശിച്ചു, എന്തുകൊണ്ടാണ് കേസ് ഇത്രയും മന്ദഗതിയിൽ പോകുന്നത്, എന്തുകൊണ്ട് പിന്നീട് ഒരു അറസ്റ്റ് നടന്നില്ല, ആരെയും ചോദ്യം ചെയ്തില്ല എന്ന് ചോദിക്കുന്നു. നവംബർ മാസം അവസാനമാണ് SITക്ക് മൊഴി നൽകുന്നത്. പത്മകുമാർ കടകംപള്ളി സുരേന്ദ്രന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള മൊഴി നൽകുന്നത് ഡിസംബറിലാണ് ചോദ്യം ചെയ്യുന്നത്. എന്തുകൊണ്ട് 1 മാസം എടുത്തു? അതും ഹൈക്കോടതി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമാണ് കടകംപള്ളിയെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ SIT ഇത് പൂർണ്ണമായും നന്നായി കൊണ്ടുപോകുമെന്ന് പറയാനാകില്ല. തന്ത്രിയിൽ വന്ന് SIT കേസ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ഹൈക്കോടതിക്ക് തോന്നിയതിന്റെ പേരിലാണ് ഹൈക്കോടതി വീണ്ടും കഴിഞ്ഞ ദിവസം രൂക്ഷ വിമർശനം നടത്തിയത്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഈ പറയുന്ന പോലെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് ആയതുകൊണ്ട് പൂർണ്ണമായി നമ്മൾ ഈ പറയുന്ന പോലെ നീതി നടപ്പാക്കുമെന്ന തലത്തിലേക്ക് ഒരിക്കലും SIT പോകില്ല. SITക്ക് വ്യക്തം സമ്മർദ്ദം ഉണ്ടായിരിക്കും ആഭ്യന്തര വകുപ്പിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ, അതും അവർ പരിഗണനയിൽ എടുക്കും. പിന്നെ ഹൈക്കോടതി ഇതിന്റെ മേൽ വിമർശനങ്ങളുമായി വരുമ്പോൾ മാത്രമാണ് SIT ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത്. യാതൊരു തർക്കമല്ല. ഇനിയൊരു അറസ്റ്റ് ഉണ്ടായാൽ അത് ഞാൻ പറഞ്ഞില്ല, ഹൈക്കോടതിയുടെ വിമർശനത്തിന്റെ പേരിലായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്ന അറസ്റ്റുകൾ. അല്ലെങ്കിൽ ഹൈക്കോടതിയും ഒരു മന്ദഗതിയിലുള്ള നിലപാട് സ്വീകരിച്ചാൽ ഈ കേസ് തന്ത്രിയിൽ തന്നെ ഒതുങ്ങും. പക്ഷെ ഇപ്പൊ പോകുന്ന പോലെ ഹൈക്കോടതി വീണ്ടും വിമർശനങ്ങളുമായി വന്നാൽ മാത്രമാണ് SIT ആരെങ്കിലും അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് കൂടിയാണ് സമാപനം കുറിക്കുന്നത്. കേരളത്തിന്റെ പുറത്തുള്ള ആന്ധ്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട്, അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര, മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം അയ്യപ്പ ഭക്തർ കൂട്ടമായി എത്തുന്ന സമയമാണിത്. രാജ്യത്തിന് പുറത്ത് ശ്രീലങ്കയിൽ നിന്നും മലേഷ്യയിൽ നിന്നും അടക്കം അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് എത്തുന്നത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു കാലമാണ്. ആ ഒരു സാഹചര്യത്തിൽ ആണ് മറ്റൊരു മകരവിളക്ക് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയാൻ പോവുകയാണ്. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുക എന്ന് പറയുമ്പോൾ ഓരോ അയ്യപ്പ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും കണ്ണിനും മനസ്സിനും ഏറ്റവും ആനന്ദം നൽകുന്ന, കുളിർമയേകുന്ന ഒരു കാര്യമാണ്. കാരണം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്ന സമയത്ത് സന്നിധാനം ശോകമൂകമായിരിക്കും. ആ മകരജ്യോതി തെളിയുന്ന ആ സമയത്ത് ശരണം വിളികളാൽ മുഖരിതമാകുന്ന ഒരു അന്തരീക്ഷം, അത് നമുക്ക് സന്നിധാനത്ത് പോയാൽ മാത്രമേ ആ സമയത്ത് അവിടെ സന്നിധാനത്ത് നിൽക്കുമ്പോൾ നമുക്ക് അതിന്റെ ആനന്ദം കൃത്യമായി അനുഭവിക്കാൻ കഴിയും. അതുവരെ ഒരു ഒച്ചയോ അനക്കമോ ഉണ്ടാകില്ല. കാരണം ആ ഒരു സമയത്ത് ഈ ജ്യോതി തെളിയുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരിക്കും അയ്യപ്പ ഭക്തർ. അത്രത്തോളം അയ്യപ്പ ഭക്തർ ആ മകരജ്യോതി തെളിഞ്ഞ ആ മകരജ്യോതി കണ്ട് അതിനുശേഷമുള്ള പൂജ നടന്ന് മകരസംക്രമ പൂജയ്ക്ക് ശേഷം സന്നിധാനത്ത് ഈ അയ്യപ്പ വിഗ്രഹത്തിൽ ആഭരണങ്ങൾ ചാർത്തി അതിനുശേഷം തൊഴാൻ ആളുകളുടെ ഒരു തിരക്കുണ്ടാവും. ആ തൊഴുത് മടങ്ങുന്ന അയ്യപ്പ ഭക്തർ പ്രാർത്ഥിക്കുന്നത് അടുത്ത സമയത്തും അടുത്ത വർഷവും മകരജ്യോതി തെളിയുമ്പോൾ തങ്ങൾക്ക് അയ്യപ്പനെ കാണാൻ ഉള്ള അവസരം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചാണ് ഓരോ അയ്യപ്പ ഭക്തനും മലയിറങ്ങുന്നത്. പക്ഷേ ഇത്തവണ മണ്ഡല മകരവിളക്ക് മഹോത്സവം നടക്കുമ്പോഴാണ് ഭക്തർ ഒരിക്കലും ആഗ്രഹിക്കാത്ത, ഭക്തർ ഒരിക്കലും താല്പര്യപ്പെടാത്ത തരത്തിൽ ശബരിമലയിൽ ഇത്രത്തോളം കൊള്ള നടന്നു, ശബരിമലയിൽ ഇത്രത്തോളം കളവ് നടന്നു, ശബരിമല അയ്യപ്പന്റെ വിഗ്രഹമല്ലാത്ത എല്ലാം അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നൊരു വാർത്ത പുറത്തു വരുന്നത്. ആ വാർത്ത പുറത്തു വന്ന ഒരു മണ്ഡല മകരവിളക്ക് സീസണിൽ തന്നെയാണ്, മണ്ഡല മകരവിളക്ക് സീസണിന് വേണ്ടി നട തുറന്ന അതേ സമയത്ത് തന്നെയാണ് ശബരിമല കൈകാര്യം ചെയ്തിരുന്ന ആളുകൾ ഓരോരുത്തരായി അറസ്റ്റിലാകുന്നത്. 2 ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാർ വാസുവും പത്മകുമാറും, ശബരിമലയിലെ എല്ലാം നോക്കി നടത്തേണ്ട വ്യക്തി, ശബരിമല അയ്യപ്പന്റെ പിതൃസ്ഥാനത്ത് കാണുന്ന തന്ത്രി അറസ്റ്റിലാകുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. PS പ്രശാന്തിനെ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്ത മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ തന്ത്രിയോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും കർമ്മങ്ങൾക്കെല്ലാം തന്ത്രിയുടെ സഹായിയായി ശബരിമല സന്നിധാനത്തുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും ജയിലരിക്കുള്ളിൽ കിടക്കുന്നു. ശബരിമലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ജീവനക്കാരുടെ സംഘടനാ നേതാവായിരുന്ന മുരാരി ബാബു അറസ്റ്റിലാവുന്നു. ജയകുമാർ അറസ്റ്റിലാകുന്നു. ദേവസ്വം ബോർഡ് മെമ്പർമാർക്ക്, അതായത് ശങ്കർദാസ് ഉൾപ്പെടുന്ന ആളുകളിലേക്ക് വിരൽ ചൂണ്ടുന്ന സാഹചര്യം, കോടതി വിരൽ ചൂണ്ടുന്ന സാഹചര്യം. എന്തായാലും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്ന സമയത്ത് ഭക്തർക്ക് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അവരുടെ മനസ്സിന്റെ അകത്തെ ആവലാതികൾ, അവരുടെ പരാതികൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഭക്തർ തൃപ്തരല്ല. ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കട്ട, അയ്യപ്പന്റെ സ്വത്തും പണവും കട്ട കള്ളന്മാരെ, അവസാന കള്ളനെയും ജയിലിലടച്ച അവരെ നീതിദേവതയ്ക്ക് മുന്നിൽ ഹാജരാക്കിയാൽ മാത്രമേ അയ്യപ്പ ഭക്തർക്ക് പൂർണ്ണമായ ആശ്വാസം കിട്ടൂ, അവരുടെ മനസ്സിന് ശാന്തി ലഭിക്കൂ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും ഇനിയും ഉള്ള ദിവസങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുണ്ടാകുക. ഹൈക്കോടതിയുടെ നിർണായകമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.